റിട്ടയർ ആയിട്ടില്ല ശരിക്കും. അവർ എനിക്ക് യാത്രയപ്പം തന്നിട്ടില്ല. അതെ. ജി ശങ്കരക്കുറുപ്പ്, കുഞ്ഞിരാമൻ നായർ, ലളിതാംബിക അത്തരത്തിനും, പിന്നെ ബഷീർ, ഒ വി വിജയൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരുടെയും കൈയക്ഷരങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അറിയില്ല. പത്രപ്രവർത്തകനും കൂടെ ആയിരുന്നു. അതെ. അതിൽ വീക്കിലിയിലാണ് വാസ്തവത്തിൽ വർക്ക് ചെയ്യുന്നത്. വീക്കിലിയിൽ എം ടി വാസൻ നായരും എൻ വി കൃഷ്ണനായരും ആർട്ടിസ്റ്റ് നമ്പൂരിയും എസ് നായരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാനും വർക്ക് ചെയ്തു. ഞാൻ പ്രൂഫ് റീഡറായിട്ട്. അതെ. പക്ഷെ എല്ലാവരുടെയും ജി ശങ്കരക്കുറുപ്പ്, കുഞ്ഞിരാമൻ നായർ, ലളിതാംബിക അത്തരത്തിനും, പിന്നെ ബഷീർ, ഒ വി വിജയൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരുടെയും കൈയക്ഷരങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകളൊക്കെ? ഒരുപാട് ഓർമ്മയുണ്ട്. ഒന്ന്, പിന്നെ എൻ്റെ കൂടെ ഒരു കവിയായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം യാദൃച്ഛികമായിട്ട് കുമാരനാശാൻ്റെ കൂടെ ഞാൻ ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. അത് അതിനോട് പറയണമെന്ന്. അല്ല മോനെ, അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര സങ്കടമുള്ള യാത്രയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് യാത്രയാണ്. അപ്പോഴേക്കും എനിക്ക് പിന്നെ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോയി 2-3 ദിവസം അവിടെ തന്നെ കൂടി. എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാനത് എഴുതിയെടുത്തു. അതായത് ഈ പല്ലനാട്ടിലെ ആ ബോട്ടപകടത്തിൽ ആ ബോട്ടിൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന ഒരാളാണ് ഇയാൾ. മൊറജാപത്തിൽ പോയിട്ട്, ഇപ്പം മൊറജാപം ടൈമാണ്, ഏതാണ് ലാല് ഉദ്ഘാടനം ചെയ്തെന്നൊക്കെ പറഞ്ഞു. ആ മൊറജാപത്തിന് പോയിട്ട് ഈ ബോട്ടിൽ കയറി. പിന്നെ വഴിയിൽ നിന്ന് കുമാരനാശാനും ആ ബോട്ടിൽ കയറി. ഈ പല്ലനാട്ടിൽ അവിടെ എത്തിയപ്പോൾ ഇവിടെ എവിടത്തേക്ക് കുറേ ദൂരം പോകേണ്ടതാണ്. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റുമില്ല മഴയില്ല ഒന്നുമില്ല, ആ ബോട്ട് തനിയെ അങ്ങ് മുങ്ങുകയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ ആൾ സമയം കളയാൻ വേണ്ടി മുകളിലെ തട്ടിൽ ഇങ്ങനെ ഷീറ്റ് കളിച്ചെടുത്തിരിക്കുകയാണ്, ഒരു തമാശയായിട്ട്. നല്ല നിലാവ്, വെളിച്ചം വേണ്ട, അത്ര ഷീറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ ബോട്ട് മുങ്ങിയത്. മാത്രമല്ല, ജീവിതത്തിൽ കുമാരനാശാനോട് ലാസ്റ്റ് സംസാരിച്ചിട്ടുള്ളാണോ ഇദ്ദേഹമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ആരാധനയോട്, ഈ കവിത വായിക്കുന്ന ഒരു കവിയായതുകൊണ്ട് ഇദ്ദേഹത്തിന് കുമാരനാശാനോട് ഭയങ്കര ആരാധന എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വരുമ്പം കയറി ഇരിക്കൂ, ആരെയും കാത്തിരിക്കണ്ട, ഇരിക്കൂ എന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഈ കുമാരനാശാൻ്റെ ശബ്ദം ലാസ്റ്റ് സംസാരം ഇദ്ദേഹത്തിനോട്. ഇതൊക്കെ ഞാൻ എഴുതി 84 85 ഇത് ഞാൻ അറിയുന്നത്. അല്ല, 84 1984. എന്നിട്ട് ഈ സാധനം ഞാൻ മാതൃഭൂമിയിൽ കൊടുത്തപ്പോൾ അവർക്ക് ഇത് വിശ്വാസമില്ല ആർക്കും, അവർ കേൾക്കാത്തതാണ്. അപ്പോൾ ഞാൻ അന്ന് പിന്നെ വീരേന്ദ്രകുമാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ അത് അപൂർവമായ സംഭവമാണ്, ഇതുവരെ ആരും കേൾക്കാത്ത സാധനം നമുക്ക് മാതൃഭൂമിയിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇപ്പം കൃഷ്ണവാര്യ സാറിനോട് പറയാൻ പറ്റും. കൃഷ്ണവാര്യ സാറിനോട് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഗംഭീരമായിട്ട് നന്നായി തോന്നി. എന്നിട്ട് എൻ്റെ പേര് വെച്ചിട്ട്, സാധാരണ ഒരു പ്രൊഫസർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ല, എൻ്റെ ബൈലൈൻ വെച്ചിട്ട് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ചിത്രം വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഇത് വന്നു, വാർത്തകൾ. അങ്ങനെ അത്ഭുതകരമായിട്ടൊരു സാറിൻ്റെതായിട്ടുള്ള ലേഖനങ്ങൾ തന്നെ പ്രൂഫ് റീഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കവിതകൾ ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട്. അതന്നെ അത്ഭുതമല്ലേ, വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവും. അതൊരു വല്ലാത്ത മാതൃഭൂമിയിൽ കിട്ടണമെങ്കിൽ കൃഷ്ണവാര്യ സാറിനെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് സാറിന്റെ കൃതികളൊക്കെ സാറ് പ്രൂഫ് റീഡ് ചെയ്തിട്ടുണ്ട്. ഒ വി വിജയൻ സാർ, വിജയന്റെ ഇത് പിന്നെ എന്താണ് ഗുരുസാഗരനാണ് മുഴുവൻ ഞാൻ വായിച്ചത്. ഖസാക്കൊക്കെ ഞാൻ വായിച്ചില്ല, ആദ്യം വായിച്ചിട്ടില്ല. അതെ. അങ്ങനെ പിന്നെ വിജയന്റെ ഏറ്റവും മനോഹരമായ കഥ കടൽ തീരത്താണ്, അത് പ്രൂഫ് കഴിച്ച ഞാനാണ്. ഏറ്റവും മാതൃഭൂമിയിൽ 10 വർഷമുണ്ട്. 10 വർഷത്തിൽ എല്ലായ്പ്പോഴും വർക്ക് ചെയ്യാനുണ്ടായിട്ടില്ല. സിനിമ വന്നപ്പോഴാണോ മാതൃഭൂമി പോയി? എനിക്ക് സ്പീഡ് അവിടെ തിരക്ക് വന്നപ്പോൾ, അപ്പോൾ പിന്നെ
അവിടെ പറയാൻ പറ്റണ്ടായി. ഞാൻ പിന്നെ എഡിറ്ററോട് പറഞ്ഞു, വീരേന്ദ്രകുമാറിനോട് പറഞ്ഞു, എനിക്ക് പകരം ആരെങ്കിലും നിശ്ചയിക്കണമെങ്കിൽ ഒരാൾക്ക് രക്ഷപ്പെട്ടോട്ടെ, എനിക്ക് പ്രയാസമായിരിക്കും ഇനി എന്ന്. തൻ്റെ സീറ്റ് അവിടെ ഉണ്ടാവും, താൻ ലീവ് എഴുതിയിട്ട് പോയാൽ മതി. ഞാൻ അവസാനം വരെ ഞാൻ ലീവ് എഴുതിക്കൊണ്ട് അങ്ങനെ പിന്നെ സമയമാകുമ്പോൾ പിന്നെ ഞാൻ റിട്ടയർ ആയിട്ടില്ല ശരിക്കും. അവർ എനിക്ക് യാത്രയപ്പം തന്നിട്ടില്ല. അതെ, ഇപ്പോഴും മാതൃഭൂമിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതെ ഉണ്ട്. വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. വേറെ ഒരു വീക്കിലി പോലല്ല, മലയാളത്തിൽ മാതൃഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം തരം. അതാണ്.